കായൽമീൻ ഇരുമ്പ് പുളിയൊക്കെ ഇട്ട് വെച്ചതും സാമ്പാറും ചരക്കും ചെമ്മീനും ഒക്കെ 3 കറി തന്നേച്ചു. മമ്മി പറയും ഇവിടെ യാത്ര ചെയ്ത് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞൊരു വിഷമം അമ്മേനെയും അവിടെ മമ്മീനെയും അനിയത്തിമാരെയും എല്ലാവരെയും വിട്ടിട്ട് ഇങ്ങോട്ട് വരല്ലേ. അപ്പം ഈ 3 ഐറ്റമാണ് ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് വാങ്ങിയത്. ഈ 3 ഐറ്റമാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഓണത്തിൻ്റെ അന്നൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. നാട്ടിലായിരുന്നു ഞാൻ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഉള്ളൊരു ലാപ്പാണെങ്കിൽ അതിലിങ്ങനെ എഡിറ്റിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ പോയാൽ പിന്നെ ഫോണിലേക്ക് ആക്കിയിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. ക്യാമറയിൽ ഇതിലേക്ക് ആക്കുമ്പോൾ സ്പേസിൻ്റെയും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. അതാണെങ്കിൽ വീഡിയോസൊന്നും ഇടാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ എത്ര ദിവസമായി? ഞായറാഴ്ച, ഓണം, തിങ്കളാഴ്ച, കറക്റ്റ് 7 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ ഇടാമെന്ന് തന്നെ ഞാൻ വിചാരിക്കാം. എനിക്ക് ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. മനസ്സിലായി വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനേ അല്ല, ഭയങ്കര തിരക്കാം. പിന്നെ ഇന്ന് വന്നിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും പണികളില്ല. എൻ്റെ ചേട്ടൻ്റെ മമ്മി എനിക്ക് കുറച്ച് കറികളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കറികളൊക്കെ ഉണ്ട്. കായൽമീൻ ഇരുമ്പ് പുളിയൊക്കെ ഇട്ട് വെച്ചതും സാമ്പാറും ചരക്കും ചെമ്മീനും ഒക്കെ 3 കറി തന്നയച്ചു. മമ്മി പറയും ഇവിടെ യാത്ര ചെയ്ത് വരണതല്ലേ, യാത്ര ചെയ്ത് വന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമല്ലേ. അപ്പോൾ ഇനിയൊന്നും കറികളൊന്നും 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പാടായിരിക്കും. അപ്പം ഞാൻ തന്നയിക്കാൻ പറ്റണ പോലെ ഞാൻ തന്നയിക്കാമെന്ന് പറയും മമ്മി. അപ്പോൾ പാവം തോന്നും, എന്താ ചെയ്യും, സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അത് കാരണം എനിക്ക് കറികളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി കുറച്ച് 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയം, കോന്നി, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യമൊക്കെ 5-6 മണിക്കൂർ എടുക്കായിരുന്നു എഡിറ്റിങ്ങിന്. ഇപ്പോൾ കുറച്ച് സമയത്ത് ഒരു 5 മണിക്കൂറില്ലെങ്കിൽ 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂർ, അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് എടുക്കണമല്ലോ എന്നൊക്കെ വെച്ചിട്ടിരിക്കുക. പക്ഷേ ഒന്നിൻ്റെ ഒരു മൂഡില്ല. കാരണം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞൊരു വിഷമം അമ്മേനെയും അവിടെ മമ്മീനെയും അനിയത്തിമാരെയും എല്ലാവരെയും വിട്ടിട്ട് ഇങ്ങോട്ട് വരല്ലേ. ഭയങ്കര സങ്കടം. അപ്പം അമ്മയ്ക്കും സങ്കടമുണ്ട്. ഞാൻ എന്നാ കാണാമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അമ്മ പെട്ടെന്ന് കരയില്ല. പക്ഷേ ചേട്ടൻ്റെ മമ്മി അങ്ങനെയല്ല, പെട്ടെന്ന് കരയും. അപ്പോൾ എപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും മമ്മിയുടെ കരച്ചിൽ കണ്ടിട്ടാണ് വരിക. അപ്പോൾ അത് കാണുമ്പോൾ സങ്കടമാണ്. എന്താ ചെയ്യുക, അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് വരാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ കാരണം ഇന്ന് മമ്മി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ അമ്മയാണെങ്കിൽ 2 ദിവസത്തേക്ക് വന്നു. ഒരു ദിവസം ഒരു നൈറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ള 2 പകൽ കറക്കായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക് അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ നമ്മളിവിടെ അകലെയല്ല, പെട്ടെന്നൊന്ന് വരണമെന്ന് തോന്നിയാൽ അവർക്കൊന്നും പറ്റില്ലല്ലോ. ഭയങ്കര സങ്കടം. അത് കാരണം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ കാലത്ത് എൻ്റെ സ്കൂളിൽ തുറക്കല്ലായിരുന്നു. അപ്പോൾ അത് കാരണം വിട്ടു. അപ്പോൾ ഇങ്ങനെ മക്കൾക്ക് കഴുകി ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് ഞാൻ വാങ്ങി. അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ, ഒരു ബാഗ്. എൻ്റെ ബാഗ് വള്ളി പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു വള്ളി പൊട്ടിയപ്പോൾ ഞാൻ മറ്റേ വള്ളി കൊണ്ടിട്ട് നടന്നു. അതും പൊട്ടിയപ്പോൾ പിന്നെ എനിക്കിത് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ബാഗ് വാങ്ങി. ഇതാണ് കേട്ടോ ബാഗ് വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വില 1000-ൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനിത് വാങ്ങിയാലും 1000 ആയാലും എനിക്കിതിൽ കൂടുതലായിട്ട് തോന്നാറില്ലേ. പക്ഷേ ഒരുപാട് നാൾ ഞാനിത് ഉപയോഗിക്കും. അപ്പോൾ ചേട്ടൻ പറയും ഉപയോഗിക്കുകയാണെങ്കിൽ നീ വാങ്ങിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ നല്ലൊരു ബാഗ് പറഞ്ഞ് വാങ്ങിയിട്ടാണ്. പിന്നെ ആമസോണിൽ നിന്ന് ഞാൻ കുറച്ച് നാട്ടിൽ ഞാൻ അതിന് വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് മേക്കപ്പിൻ്റെ കുറച്ച് 2 ഐറ്റം അത് വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ സിയിലെ ഒരു സിറം. അതിൻ്റെ ഉള്ളിൽ കണ്ട 10% വൈറ്റമിൻ സി, പിന്നെ 5% നയാസിനമൈഡ്, ഹൈലൂറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സിറാണ്. നല്ല സിറാണ്. ഞാനത് ഒരു ദിവസം ഉപയോഗിച്ചു. പിന്നെ അത് ഉപയോഗിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിയത്
പ്ലമ്മിൻ്റെ ഒരു ടോണർ, എൻ്റെ ടോണർ അടിയായിട്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലമ്മിൻ്റെ ഒരു ടോണർ വാങ്ങാൻ, നല്ല ടോണർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് യൂസ് ചെയ്ത് കാട്ടിത്തരാം. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങി, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു തരാം കേട്ടോ. ഡെർമഡോക്കിൻ്റെ 1% നിയാസിനമിഡും 0.5% വൈറ്റമിൻ സിയും ഒക്കെയുള്ള ഒരു ഫേസ് വാഷ്. നല്ല ഫേസ് വാഷാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഈ 3 ഐറ്റമാണ് ഞാൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് വാങ്ങിയത്. ഈ 3 ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പാത്രക്കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മയ്ക്ക് പാത്രം എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. സ്റ്റീൽ പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊതി പോലെ. അപ്പോൾ അത് എനിക്ക് അമ്മയ്ക്ക് മാത്രമുള്ളൂ, അപ്പോൾ എനിക്കില്ല. എൻ്റെ തൊട്ടുള്ള അനിയത്തിമാർക്ക് 2 പേർക്കില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ എനിക്ക് ഹാൻഡ് വാഷിൻ്റെ ഇത് ഒഴിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലില്ല. അപ്പം ഞാൻ എപ്പോഴോ ഒരു കടയിൽ പോയപ്പോൾ ഹാൻഡ് വാഷ് ബോട്ടിൽ അടക്കമായിട്ട് വാങ്ങിയതിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് അതിനുള്ളിൽ ഒഴിച്ച് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു തന്നെ വാങ്ങാൻ കണ്ടിട്ട് അപ്പോൾ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതേ 2 സാധനം നല്ല ഭംഗിയിട്ട് കാണാൻ. ഇത് നമ്മൾ പാത്രം ഒഴിക്കില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, അതിന് പകരമുള്ളതാ. ഇതിന് സിംഗിൾ ഷീറ്റിന് 10, ഡബിൾ ഷീറ്റിന് 20. ഇത് ഡബിൾ ഷീറ്റിൻ്റെയാണ്. ഇത് നന്നായിട്ട് ഉരയ്ക്കാൻ പറ്റൂട്ടോ. നല്ല ഉരത്തിൽ ഇങ്ങനെ ടഫ് സ്റ്റെയിനൊക്കെ വരച്ച് എഴുതാനൊക്കെ ആയിട്ട് പറ്റുന്ന സംഭവമാണ്. ഇതിൽ ഞാൻ എന്നിട്ട് ചോദിച്ചു, ദൈവമേ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിന് പറ്റുമോ? നോൺ സ്റ്റിക്കിൽ ഒരിക്കലും ഉപയോഗിക്കല്ലേ, നല്ല ഒരുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാം. അപ്പോൾ അവർ പറഞ്ഞ ആമസോണിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാനും അമ്മയും ഫെമിയും ഒക്കെ വാങ്ങി. ഞാനും അമ്മയും ഫെമിയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ അത് വാങ്ങി. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി. പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ് ചൂല്. കഴിഞ്ഞ പ്രാവശ്യം ഈ എൻ്റെ അച്ഛനും ആൻറ്റിയും ബന്ധുക്കളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട്. അപ്പം എൻ്റെ ചൂല് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ഫാൻസി നീ ചൂലൊന്നും മാറ്റി, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഈ ചൂല് കൊടുക്കാതെന്ന് പറഞ്ഞിട്ട് എന്നെ വാണിംഗ് ചെയ്തിട്ടാണ് വിട്ടിരിക്കട്ടെ. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചൂല് വാങ്ങാനായിട്ട് പോകാനായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തുനിന്ന് ചൂല് വാങ്ങി. പക്ഷെ വാങ്ങിപ്പോയപ്പോൾ ഇങ്ങനെ നീളം ഭയങ്കര കുറവ്. എപ്പൊക്കെ ഞാൻ ചൂല് വാങ്ങാൻ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റും. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു ഞാൻ അമ്മയും കൂടി പോയിട്ട് വാങ്ങി. ഇതാണ് ഈ ചൂല്, പാത്രക്കടയിൽ നിന്ന് തന്നെ വാങ്ങിയ ചൂല്. അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ പിന്നീട് ഇട്ടിട്ടാണ്, അതിൻ്റെ എഡിറ്റൊക്കെ ചെയ്തിട്ടിട്ടാണ്. അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഈ ചൂലാണ് ഉപയോഗിക്കണം, നല്ല ചൂലാണ്, പൊടിയൊന്നും ഇല്ല കേട്ടാ. അല്ലെങ്കിൽ സാധാരണ ചൂലിനിങ്ങനെ പൊടി ഉണ്ടാവില്ല, അങ്ങനെ പൊടിയൊന്നും ഇല്ല. പുതിയ ചൂലാട്ടോ, അതാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കണം, ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ. അപ്പോൾ ചൂലും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം വാങ്ങിയതാണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ, ഇത് തിരി എണ്ണയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിക്കില്ലേ തിരി, അതാണേ. ഇന്നത്തെ 240. ഞങ്ങൾ പുത്തമ്പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിലേക്ക് പോകും. അപ്പം അവിടെ അതിൻ്റെ പള്ളിയുടെ അടുത്തൊരു സ്റ്റോളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ദൈവമേ നല്ല കൊന്തകളും മാതാവിൻ്റെയും ഈശോൻ്റെ രൂപങ്ങളും പിന്നെ ലോക്കറ്റുകളും അതൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ബുക്കുകളും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ അപ്പം എനിക്ക് കുറച്ച് നാളെ അന്വേഷിച്ച് നടക്കായിരുന്നു ഈ ഒരു സാധനം. ഇത് എണ്ണ ഒഴിച്ചിട്ട് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ബ്രാസിൻ്റെ ആണ്. എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തിക്കുക. അതിൻ്റെ ഒരു തിരി ഇടാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് ഇതിൽ. അപ്പം ഈ ടൈപ്പ് തിരി. അപ്പം ഈ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ മാത്രം വാങ്ങണം. അപ്പം അത് നമ്മൾ രൂപത്തിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കെടാവിളക്ക് പോലെ അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എണ്ണ തീരുന്നതിനനുസരിച്ച് നമ്മളത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളാണ് നാട്ടിൽ പോയിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ. പിന്നെ ഓണക്കോടി ചേട്ടനെടുത്ത് തന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കാട്ടിത്തരാം. അത് ഇട്ടിട്ട് പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ട് ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാനത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടും ഭയങ്കര ലൂസാണ്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം എന്തായാലും. കാലത്ത് വേറെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ വിചാരിച്ചു ചോറ് തന്നെ ഉണ്ടാക്കിയത്. മമ്മി ഞാൻ പങ്കിട്ട് പൊടിയും കായമീനൊക്കെ കൊണ്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയായിരുന്നു. അപ്പോൾ ചോറൊന്നും ഉണ്ടാക്കി ഒന്നൊരു മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് നന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കും ചോറ്, വൈകുന്നേരം ചോറുന്ന് 3 നേരം ചോറാണ്.
പിന്നെ ഞാൻ ഓർത്ത കാലത്ത് അമ്മേനെ വിളിച്ചിട്ടില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ എല്ലാ ദിവസം അമ്മേനെ കാലത്ത് വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യലും എഡിറ്റിങ്ങൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ചോറിനാണെങ്കിലും ആ സമയത്ത് വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വിളിക്കുക. എല്ലാ ദിവസങ്ങളിലും മക്കളെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അമ്മേനെയാണ്. ഇന്നത് വിളിച്ചില്ല, ചിലപ്പോൾ അത് കോള് നോക്കിയിരിക്കണ്ടാവും അമ്മേ. വിളിച്ചിട്ട് വേറെ കാര്യമൊന്നുമല്ല, കുറേ സങ്കടം പറയാനാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ സങ്കടം പറച്ചിലാണ് ഇപ്പോൾ ഈ പറയാൻ പോണത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം മമ്മീനെ വിളിക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേരെയും വിളിച്ചിട്ട് വേണം എൻ്റെ ബാക്കിയുള്ള എഡിറ്റിംഗ് പരിപാടികളിലേക്ക് കടക്കാൻ. കണ്ടോ, ഇതാണ് ഒരു ടോപ്പ്. ഇത് മാക്സിന്നാണ് വാങ്ങിയത്. മീഡിയം സൈസാണ് കേട്ടോ. എൻ്റെ ഒരു 499 599 എന്ന് എനിക്ക് അറിഞ്ഞോളാം. അതിലെന്തൊരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒരു 4 ടോപ്പ് എടുത്തു. ഇതൊരു ടോപ്പ് എടുത്തു. പക്ഷേ ഞാനിത് ഓൾട്ടർ ചെയ്താലും ഭയങ്കര ലൂസായിരുന്നു. ഇട്ടപ്പോൾ ഒരാളൊരു പ്രാവശ്യം ഇട്ടിട്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പ് മാത്രം ഇട്ടിട്ടുള്ള മറ്റേത് ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ ഓൾട്ടർ ഇത് ശരിയായിട്ടില്ല. ഇനി ചിലപ്പോൾ ഒരു വാഷ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ചുരുങ്ങോന്നൊന്നും അറിഞ്ഞൂടാ. എന്താ എത്ര പിന്നെ ബാക്കിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇത് ഈ ഒരു ടോപ്പാണേ. ഇതിനൊരു വൈറ്റ് പാട്ടിയല്ലല്ലോ പലാസോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ല മാച്ചായിരുന്നു വൈറ്റ്. അപ്പോൾ ഇതും നല്ലൊരു ഐറ്റാണ് ഇതിൻ്റെ. കണ്ടോ, എന്നിട്ട് ഇതിനെന്തൊരു വർക്ക് എന്ന് പറയും എന്നിട്ട്. പക്ഷെ ആ വർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഹക്കോബ മറന്നുപോയി. ഹക്കോബ ഓർമ്മ കിട്ടി. ആ ഒരു ടൈപ്പ് വർക്കൊക്കെയുള്ള വരുന്ന ഒരു ടോപ്പാണ്. നല്ല ടോപ്പാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ എനിക്കില്ലാത്ത കളർ നോക്കി ഞാൻ എടുത്തതാ. നല്ലതായിട്ട്. അടുത്തത് മൂന്നാമത്തെ ടോപ്പ് ഇതാണേ. ഒരു ലൈറ്റ് വയലറ്റ് കളറ്. ഈ കളർ എനിക്കില്ല ടോപ്പ്. ഒരു വീനക്ക് വരുന്ന ഒരു ടോപ്പാണ്. ഇതിന് 699 കേട്ടത്. ഇതെനിക്ക് സ്യൂട്ടാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു ടോപ്പ് എടുത്തു. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. പിന്നെ ഉള്ളതാണത്. ഇതിനും 699 തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതൊരു കോളർ, സിംഗിൾ കോളറിൻ്റെ ഒരു മോഡല്. ഇവിടെ ഇങ്ങനെ കണ്ടോ ഈ ഒരു വർക്കൊക്കെ വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബട്ടൺസൊക്കെ വെച്ചിട്ട്, ബട്ടൺസ് ഇവിടെ താഴത്ത് വരെ ബട്ടൺസ് ഉണ്ട്. ഞാൻ എന്നിട്ട് കാട്ടിത്തരാം. എന്താ ഞങ്ങൾ ചാണപ്പച്ച എന്ന് പറയുന്നത് തന്നെ, ചാണപ്പച്ച കളർ. എനിക്ക് പെട്ടെന്ന് ഈ കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. കണ്ടോ, കൊള്ളാമോ? പിന്നെ കേട്ടോ, ഞാനും എൻ്റെ അനിയത്തിമാരും അമ്മയും കൂടി ഒരുമിച്ച് തയ്പ്പിച്ചൊരു ചുരിദാറുണ്ട്. അത് ഞാനൊരു ട്രിപ്പിന് പോയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയും മാത്രമേ ഇട്ടുള്ളൂ. അവരുടെ എന്തോ സിബിനൊക്കെ എന്താ കംപ്ലൈൻ്റ് ഒക്കെ വന്നു. അവർ മുന്നേ വാങ്ങി. ഞാനിപ്പോൾ ഈ ഓണത്തിന് പോയപ്പോഴാണ് വാങ്ങിയത്. ഇവിടെ ആയതുകൊണ്ട് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ വെച്ചിരുന്നു. അതുകൊണ്ട് കാട്ടി തരാം. കണ്ടാ, ഇതാണ് കേട്ടോ ടോപ്പ്. ഒരു ഗോൾഡൻ മഞ്ഞ. അത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ സ്യൂട്ട് ആവുന്നൊരു കളറാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര മാച്ചായിരുന്നു അത് ഇട്ടിട്ടാ. ഇത് വളരെ ഭയങ്കര ഇഷ്ടമായി. ഈ കൈ ഇങ്ങനെയൊക്കെ വെച്ച് ചെറിയ പഫ് പോലെ വെച്ച് അത് നല്ല രീതിയിൽ തയ്ച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊക്കെ വൃത്തിയും പോലെ ഞാൻ നിൽക്കുന്നത് കാരണം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മോർണിംഗ് സ്കിൻ കെയറും കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാമെന്നൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് ഓൾറെഡി നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സ്കിൻ കെയറും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ, കഴിയാണ്. അപ്പം ഞാൻ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യണ കാരണം എന്താ സംഭവം എന്ന് എനിക്കറിയാം. കാണില്ല എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കുറച്ച് ഭയങ്കരമായിട്ടല്ല, എന്നാലും കുറച്ചൊക്കെ പഠിച്ച് വന്ന് ഓരോരോ സ്റ്റെപ്പുകൾ അറിയാം. പക്ഷെ ഇപ്പോഴും ആ സ്റ്റെപ്പുകളെ പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ
അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് കഴുകി, ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യല്ലേ. ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ അപ്പോൾ നാച്ചുറലായിട്ടാണെങ്കിൽ ഒരു ഓറഞ്ച് കളർ മസൂർ ദാലുണ്ട്, ഓറഞ്ച് കളർ പരിപ്പ്, അത് ജസ്റ്റ് പൊടിച്ചിട്ട് പാലിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടോണർ. ഞാനിപ്പോൾ പുതിയത് വാങ്ങിയത് പ്ലമ്മിൻ്റെ ആയതുകൊണ്ട് ഞാൻ ഈ പ്ലമ്മിൻ്റെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ മുഖത്തൊന്ന് ജസ്റ്റ് കവറാകുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ റോസ് വാട്ടറിൻ്റെ ആണ്, റോസ് വാട്ടർ പ്ലസ് ഹൈഡ്രോണിക് ആസിഡ് ആണ് അതിൽ. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരച്ചമർത്തിയൊന്നും ആക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പാറ്റ് ചെയ്ത് ഒന്ന് ഡ്രൈ ആവണം വരെ ഒന്ന് ഇതിനൊക്കെ ആക്കി ഒന്ന് ഡ്രൈ ആക്കാം. അബ്സോർബായി. പിന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് സിറാണ്. ഞാൻ സാധാരണ നൈറ്റിൽ മാത്രമേ സിറ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൽ പ്ലസ് ഇതിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറാണ്. ഞാൻ പക്ഷെ എന്നാലും ഡേ ടൈമിൽ ചെയ്യില്ല, കാരണം നമുക്ക് ടാൻ അടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നൈറ്റ് ടൈമിൽ തന്നെ പോടാൻ പറ്റും, നൈറ്റ് ടൈമിൽ തന്നെ നിങ്ങൾ സിറം യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അഥവാ നിങ്ങൾ ഡേ ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ 4 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതേ കണ്ട ഈ സിറം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കിട്ടുക. അതിൽ ഒരു 4-5 ഡ്രോപ്പ് അത് നെറ്റീമേ മൂക്കുമേ ഇവിടെ നെറ്റീമേ ഏതാണ് നല്ല രീതിയിൽ നെറ്റീമെന്ന് പറഞ്ഞിട്ട് കട്ടി പിടിക്കാനും വേണ്ട. പക്ഷെ നിങ്ങൾ ഒരിക്കലും സിറം കണ്ണിൻ്റെ അടിയിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സിറൊക്കെ യൂസ് ചെയ്തു. ഇപ്പോൾ ഫുൾ അബ്സോർബ് ചെയ്യും. നമ്മളിങ്ങനെ ഉറച്ചിങ്ങനെ ആക്കാതെ ജസ്റ്റ് പാറ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ അത് അങ്ങനെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ പാടില്ല സിറം. ഇവിടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷെ ഇതിൽ റെറ്റിനോൾ സിറം ഉണ്ട്. ഒരു 25+ ഒക്കെ ആകുമ്പോൾ ഒരു റെറ്റിനോൾ സിറം യൂസ് ചെയ്യാൻ ഇത് തുടങ്ങാം. റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനൊക്കെ ആയിട്ടും വന്നൂർക്കും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് ഇവിടെ മൂക്കിൻ്റെ സൈഡിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി ഇതിനെ ഒരു കവറിങ് പോലെ നമ്മൾ കൊടുക്കേണ്ടതാണ് മോയ്സ്ചറൈസിങ്. ഞാൻ മോയ്സ്ചറൈസർ അക്ലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാണാം ഹൈഡ്രാ ജെല്ലാണ്, പപ്പായ വൈറ്റമിൻ സിയുടെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെയൊരു കൺസിസ്റ്റൻസിയാണ്. ഞാൻ ചിലപ്പോൾ ഈ അടപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യത്താണ് എടുക്കുക. നമ്മളിവിടെ കഴുത്തിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പലരും വിട്ടുപോകും. അങ്ങനെ കഴുത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കല്ല. എന്തായാലും നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണേ. അടുത്ത സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ലേ, അത് നമ്മുടെ സൺസ്ക്രീനാണ്. മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ പലരും സമയമില്ല എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാറില്ല ചിലവർ കേട്ടോ. കുറേ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ ഏജിങ്ങിൻ്റെ ഇതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് സൺസ്ക്രീൻ കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഫിംഗർ ഉള്ള ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മളങ്ങനെ തേക്കണം. ഞാൻ ഉപയോഗിക്കാറ് അക്ലോജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പർപ്പിൾ കളറ് ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ യെല്ലോയും പിങ്കൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. പെട്ടെന്ന് അബ്സോർബ് പോവും. അത്രയും ലൈറ്റ് വെയിറ്റാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നല്ല സുഖമാണ് നമുക്ക് ഈ ക്രീം ഇടാനായിട്ട് കേട്ടോ. ഇവര് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിമാരും ഈ സൺസ്ക്രീമുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓരോ കളർ വ്യത്യാസമാണ്. ഒരാൾക്ക് പിങ്കാണ്, ഒരാൾക്ക് യെല്ലോ ആണെന്നൊക്കെ മാത്രം. കണ്ണിൻ്റെ അടിയിലും സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞു. ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. പിന്നെ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ലിപ് ബാം ഇടും. അതിന് ഷുഗറിൻ്റെ ലിപ് ബാമാണ്. അത് പേരൊക്കെ മാഞ്ഞിപ്പോയി. ഇട്ടു. ഇത് അത്രേ ചെയ്യും. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമാണ് പൗഡർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരിക്കലും സിറത്തിന് മുന്നേ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യരുത്. സിറം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ pH ലെവലൊക്കെ
ബാലൻസ് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ pH ലെവലൊക്കെ കറക്റ്റ് ആക്കാനായിട്ടാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. അല്ല സോറി, ടോണർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് ബേസിക്കായിട്ട് അറിയുന്ന സ്കിൻ കെയർ ഇങ്ങനെയാണ്, എങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിൽ പ്രോഡക്റ്റുകൾ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്റ്റുകൾ ഏതാണോ വില കൂടുതലിൻ്റെയോ കുറവിൻ്റെയോ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് ഏതാണോ അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ വാങ്ങിക്കുന്നതൊക്കെ എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരുപാട് പൈസയും ഇല്ല, എല്ലാവർക്കും മതിപ്പെട്ട എല്ലാവർക്കും വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു ദിവസം മുന്നേ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയ കാരണം പിന്നെ എനിക്ക് ഞാൻ കാട്ടി തന്നത് കേട്ടോ. പാച്ചുട്ടാൻ വേണ്ടാതിരിക്കടാ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഓരോന്നിരുന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.